Speaker sir, it is very important that cooperation happens on the basis of trust. It is very important that the voice of the opposition is allowed to be represented in this house. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി ലോക്സഭയിൽ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ 2 വരികളാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ മുൻപിലുണ്ടായിരുന്ന ആദ്യത്തെ ഉദ്യമം എന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പായിരുന്നു. ലോക്സഭാ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്ത ശേഷം അദ്ദേഹം ഓം ബിർളയെ അദ്ദേഹത്തിന്റെ ചെയറിലേക്ക് ആനയിച്ചു. അതിനിടയിൽ പ്രധാനമന്ത്രി സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. പ്രധാനമന്ത്രിക്ക് ആ ആനയിക്കൽ ചടങ്ങിനിടെ പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നു. പ്രധാനമന്ത്രിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള തന്റെ ആദ്യ ദൌത്യം സ്പീക്കറെ ചെയറിലേക്ക് ആനയിക്കുന്ന ആ ദൌത്യത്തിൽ പങ്കുചേരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സ്പീക്കറെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട്, സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം സഭയിൽ നടത്തിയത്. आपके चेयर है, आप संभालें प्लीज. ആ സഭയിൽ കൃത്യമായും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പഴയ സഭ പോലെയല്ല ഈ സഭയെന്ന് അദ്ദേഹം ഒരു സൂചന നൽകുന്നുണ്ട്. ഇവിടെ കൂടുതൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ജനങ്ങളുടെ ശബ്ദമാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ശബ്ദമായി ലോക്സഭയിൽ മുഴങ്ങുക. ആ ശബ്ദം ഇവിടെ കേൾക്കാനുള്ള അവസരം സ്പീക്കർ ഉണ്ടാക്കണം എന്ന്, അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാഴ്ചയിലുള്ള, നമ്മുടെയൊക്കെ ഓർമ്മകളിലുള്ള, ഈ രാജ്യത്തിന്റെ ഓർമ്മയിലുള്ള ഏറ്റവും കരുത്തനായ രാഹുൽ ഗാന്ധിയെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി ഇന്ത്യ ബ്ലോക്ക് എന്ന വലിയ ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അവരെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന അവരുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായ രാഹുൽ ഗാന്ധി, ഏറ്റവും കരുത്തനായ രാഹുൽ ഗാന്ധിയുടെ മുഖം, ഏറ്റവും ആത്മവിശ്വാസം തുളുമ്പുന്ന രാഹുൽ ഗാന്ധിയുടെ മുഖം നമ്മൾ രാജ്യം ഇന്ന് ലോക്സഭയിൽ കണ്ടു. 16-17 ലോക്സഭകളിലെ അവസ്ഥയായിരിക്കില്ല. 18ാം ലോക്സഭയിൽ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി സഭയിൽ മുഴങ്ങും എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. അതെ, ഇന്ത്യൻ ജനതയുടെ ശബ്ദമുയരുന്ന സഭയാണിത്. അതിൽ സമ്പൂർണ്ണ നിയന്ത്രണം താങ്കളിലാണ്. സർക്കാരിന് രാഷ്ട്രീയ അധികാരമുണ്ട്. എന്നാൽ പ്രതിപക്ഷവും ഇത്തവണ ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നു. കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ അംഗബലമുള്ള പ്രതിപക്ഷമാണ് ഇത്തവണത്തേത്. താങ്കളുടെ ജോലി ചെയ്യാൻ പ്രതിപക്ഷവും സഹകരിക്കും. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹകരണം എന്നത് പ്രധാനമാണ്. പ്രതിപക്ഷത്തിന്റെ ശബ്ദവും സഭയിൽ ഉയരാൻ അനുവദിക്കുക എന്നത് സുപ്രധാനമായ കാര്യമാണ്. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന താങ്കളുടെ കർത്തവ്യമാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് രാഹുൽ ഗാന്ധി തന്റെ കന്നിപ്രസംഗത്തിൽ, പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുമ്പോൾ, പഴയ പരിപാടിയൊന്നും എടുത്തുകൊണ്ട് വരരുത്, ഈ അംഗങ്ങളെയൊക്കെ കൂട്ടത്തോടെ അയോഗ്യരാക്കുന്ന പരിപാടിയൊക്കെ ഒന്നുകൂടി ആലോചിച്ച് വേണം. കാരണം അങ്ങനെയുള്ള ദുർബലമായ പ്രതിപക്ഷമല്ല ഇക്കുറി രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യുന്ന അതിശക്തമായ പ്രതിപക്ഷ നിരയാണ് ഇവിടെ ഉള്ളത് സ്പീക്കർ സാർ എന്ന് സ്പീക്കർ സാറിനോട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതുകൊണ്ട് പഴയ പരിപാടികളൊക്കെ പുറത്തെടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം താങ്കളോട് സഹകരിക്കുമെങ്കിൽ തന്നെ ഇത് പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം അറിയാമല്ലോ, അത് പ്രധാനമാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്പീക്കർ ഓം ബിർളയ്ക്കുള്ള ശക്തമായ ഒരു താക്കീത് രാഹുൽ ഗാന്ധി ആദ്യ പ്രസംഗത്തിൽ തന്നെ നൽകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ലോക്സഭയിലെ കാര്യങ്ങൾക്കറിയാം, 150-ലധികം പ്രതിപക്ഷ അംഗങ്ങളെ അയോഗ്യരാക്കുന്ന സാഹചര്യമൊക്കെ ലോക്സഭയിലുണ്ടായി. രാഹുൽ ഗാന്ധി തന്നെ അയോഗ്യനാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിയുന്ന തരത്തിലേക്കുള്ള മനഃപൂർവ്വം
പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളെ ആ നിലയ്ക്ക് വേട്ടയാടുന്ന സമീപനമൊക്കെ, ആ നിലയ്ക്ക് അപഹാസ്യരാക്കുന്ന സമീപനമൊക്കെ, അപമാനിക്കുന്ന സമീപനമൊക്കെ നമ്മുടെ ഭരണപക്ഷ ചേരിയിൽ നിന്നുണ്ടായി. അതിന് സ്പീക്കർ എല്ലാ പിന്തുണയും നൽകിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായിട്ടൊന്നും ഇനി ഇങ്ങോട്ട് വരണ്ട എന്നൊരു വ്യക്തമായ കൃത്യമായ സൂചന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഇന്ന് ആദ്യ പ്രസംഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട്. അങ്ങനെ 54-ാം വയസ്സിൽ രാഹുൽ ഗാന്ധി, നമ്മുടെയൊക്കെ ഓർമ്മകളിലുള്ള ഏറ്റവും കരുത്തനായ രാഹുൽ ഗാന്ധിയായി നമുക്കൊക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നു. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം സ്പീക്കർക്കും ഭരണപക്ഷത്തിനും വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായും രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങൾ പ്രതിപക്ഷ ഐക്യനിരയിൽ നിന്ന് ഒരു കരുത്തുറ്റ ശബ്ദമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ലോക്സഭയിൽ നമ്മുടെ രാജ്യത്ത് മുഴങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധി കൂടുതൽ പക്വതയുള്ള, കൂടുതൽ കരുത്തുള്ള ഒരു നേതാവായി മുന്നോട്ട് പോകും എന്നതിന്റെ സൂചന തന്നെ പാർലമെന്റിലെ ആദ്യ ദിവസം നമുക്ക് കാണിച്ചു തരുന്നു.